നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് തത്തപ്പള്ളിയിലാണ്. അപ്പോൾ തത്തപ്പള്ളിയിൽ ഒരു 3.5 സെൻറ്റിൽ ഒരു വീടിൻ്റെയാണ്, 3 ബെഡ്റൂം വീട്, 1400 സ്ക്വയർ ഫീറ്റ്. നമുക്ക് ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീടിൻ്റെ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഒരു കാർ ഗേറ്റ് ഇടാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ സൈഡാണ്. ഇനി നമുക്കൊന്ന് വീടിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, വീടിൻ്റെ അകത്തോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഹാളുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ. ഓക്കെ, ഒരു വലിയൊരു ഹാളുണ്ട്. ഓക്കെ, വിശാലമായിട്ടുള്ളൊരു ഹാള്. ഈ ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ പോകുന്നത്. നമുക്കിനി ബെഡ്റൂമൊക്കെ ഒന്ന് കണ്ടു കളയാം. ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. ഓക്കെ, ഈ ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു ബെഡാണ്. ഇവിടെ നമുക്ക് കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാത്റൂം ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ബാത്റൂം എന്ന് പറയുമ്പോൾ ഓക്കെ, വാഷ് ബേസിൻ, ബാത്റൂം എല്ലാം ഉണ്ട്. ഇനി നമുക്കൊന്ന് അടുത്ത ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ഓക്കെ, അടുത്ത ബെഡ്റൂം സ്റ്റെയറിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഈ ബെഡ്റൂം ഇത്തിരി കൂടി വലിപ്പമുള്ളതാണ്, മാസ്റ്റർ ബെഡ്റൂമാണ്. ഓക്കെ, ഇതിലും നമ്മൾ കബോർഡൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞതാണ് കബോർഡിൻ്റെ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാത്റൂമുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബാത്റൂമും കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ കബോർഡ് ഇവിടെ ഉണ്ട്. ഓൾറെഡി ഒരു ഡ്രസ്സിങ് ടേബിളോടുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത കിച്ചണിലോട്ടൊന്ന് പോവാം. അതിന് ശേഷം നമുക്ക് മുകളിലോട്ട് പോകാം കേട്ടോ. കിച്ചണിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബോർഡെല്ലാം കഴിഞ്ഞ വർക്കാണ്. അത്യാവശ്യം സ്പേസുള്ളൊരു കിച്ചണാണ്. 2 പേർക്ക് നിന്ന് പണിയൊക്കെ എടുക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, കബോർഡ് കഴിഞ്ഞ വർക്കാണ് എല്ലാവർക്കും. ഓക്കെ കേട്ടോ, ഫുൾ വർക്ക് കഴിഞ്ഞതാണ് കബോർഡിൻ്റെയൊക്കെ. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട്, കിച്ചണിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു പെരുമാറാനൊക്കെ ചെറിയ സ്ഥലമുണ്ട്. മോട്ടറൊക്കെ ഉണ്ട്, മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെയർ കയറി ഒന്ന് മുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റെയറിലോട്ട് കയറി മുകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റെയറിൻ്റെ അടിയിലുള്ള വാഷ് ബേസിൻ. ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകാം. മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് 3ാമത്തെ ബെഡ്റൂമിൻ്റെ ഒരു ചെറിയൊരു ഇവിടെ ഒരു ഹാള് പോലെയുണ്ട്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് ഹാള് കേട്ടോ. അത്യാവശ്യം ഒരു ടേബിളും സോഫയൊക്കെ ഇട്ട് ടി വി ഒക്കെ കാണാനുള്ള സൗകര്യമെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബെഡ്റൂമിലും കൂടി ഒന്ന് നോക്കാം. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ 3ാമത്തെ ബെഡ്റൂമിൽ എല്ലാ കബോർഡിൻ്റെ ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൂടെ അത് ബാത്റൂം. 3 അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ്. ഇനി ഇവിടെ നിന്ന് നമുക്കൊന്ന് ഹാളിൽ നിന്ന് പുറത്തോട്ടൊന്ന് പോകാം. ഇത് നമ്മുടെ ബാൽക്കണിയാണ്, ഫ്രണ്ടിലത്തെ ബാൽക്കണിയാണ്. ചുറ്റും വീടുകളുള്ളൊരു ഏരിയയാണിത്. ഇതെന്ന് പറഞ്ഞാൽ വെള്ളം കയറാത്ത സ്ഥലമാണ് തത്തപ്പള്ളിയിൽ. ചുറ്റും വീടുകളുള്ള സ്ഥലങ്ങളാണ്, നിറയെ വീടുകളുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഹാളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് അഴ കെട്ടാനും ഷീറ്റൊക്കെ ഇട്ട് നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് വാഷിംഗ് മെഷീൻ റൂമുണ്ട് വരണം ഇവിടെ. ഓക്കെ, അതിനുള്ള സൗകര്യം കൂടിയുണ്ട് ഇവിടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇതിൻ്റെ വില ഞാൻ എത്രയാണെന്ന് പറയാം. ഓക്കെ, വില ഇതിൻ്റെ 43 ലക്ഷത്തിന് ലാസ്റ്റ് ചെയ്യും. 1400 സ്ക്വയർ ഫീറ്റ്, 3.5 സെൻറ്റിൽ തത്തപ്പള്ളിയിലാണ്. വെള്ളം കയറാത്ത സ്ഥലം കേട്ടോ. മന്നോണ്, തത്തപ്പള്ളിയിലോട്ട് പോകണ്ട. അത്താണിയിൽ ഒരു 300 മീറ്റർ ദൂരമുള്ളൂ. ഓക്കെ, നിറയെ വീടുകളുള്ള സ്ഥലമാണ് കേട്ടോ, വെള്ളം കയറാത്ത സ്ഥലം. ഓക്കെ.